ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കം. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, തുള്ളലിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. എവിടെ നിന്നാണ് പേട്ടതുള്ളൽ തുടങ്ങുക? ഈ രണ്ട് സംഘങ്ങൾ അമ്പലപ്പുഴയും ആലങ്ങാട് സംഘങ്ങളായിട്ടാണ് എത്തുന്നത്. അതെപ്പോഴൊക്കെ ആയിരിക്കും? മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് ഏതാനും നിമിഷങ്ങൾക്കകം അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും പേട്ടതുള്ളി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വാവരിപള്ളിയിൽ കയറി ദക്ഷിണ വലം വെച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് പുറപ്പെടുന്നത്. ഈ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും ഉടവാള് വേണ്ടിയാണ് വാവരിപള്ളിയിൽ ഉള്ളിലേക്ക് ഈ പേട്ടകത്ത് കയറുന്നത്. ഏതാനും ആദ്യം മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘവും പിന്നീട് പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടകത്താണ് ഉടൻ ആരംഭിക്കുന്നത്. ആദ്യം ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടകത്ത് ഈ വാവരി പള്ളിക്ക് സമീപത്തേക്ക് എത്തിച്ചേരും. തീർച്ചയായും പേട്ടതുള്ളൽ അല്പസമയത്തിനകം തുടങ്ങും. ഇരു സംഘങ്ങളായിട്ടാണ് പേട്ടതുള്ളൽ തുടങ്ങുക. ഇപ്പോൾ നടക്കുന്നത് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് അല്ലേ, അവരുടെ നേതൃത്വത്തിൽ. ഇനി ആലങ്ങാട്ട് സംഘം എപ്പോഴാകും വരിക? സന്തോഷ്. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടകത്ത് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തേക്ക് വരും. അതിനുശേഷം 20 മിനിറ്റുകൾ കൂടെ കഴിഞ്ഞായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടകത്ത് ഈ വാവര് പള്ളിയിലേക്ക് എത്തുക. ഇപ്പോൾ ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെതാണ് ആദ്യം നടക്കുന്ന പേട്ടതുള്ളൽ അല്ലേ? അതെ, അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടകത്ത് ആണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വാവരി പള്ളിയിൽ ഉള്ളിൽ കയറി വലം വെച്ച് പുറത്തിറങ്ങി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോയതിനു ശേഷം മാത്രമായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടകത്ത് ഇവിടെ എത്തിച്ചേരുക. സത്യം പറഞ്ഞാൽ ഈ പേട്ടതുള്ളൽ എന്ന് പറയുന്നത് ചരിത്രപ്രസിദ്ധമാകുന്നത് അതിൻ്റെ പല വിധത്തിലുള്ള ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന് അതിൻ്റെ ഭൗതികമായ വശം, പിന്നീട് വിശ്വാസികളെ സംബന്ധിച്ചതിൻ്റെ ആത്മീയ വശം, പിന്നെ ഓരോ കോശങ്ങളെയും തുള്ളിത്തുള്ളി അതിൻ്റെ ദുർമേധസ്സുകൾ മാറ്റി മനസ്സിനെ വിമലീകരിക്കുന്ന ഒരു പ്രക്രിയയായി, ഒരു ധ്യാനാത്മക പ്രക്രിയയായി ഇതിനെ കാണുന്നത്, ഒരു വിസ്ഫോടന ധ്യാനം എന്നൊക്കെ പറയുന്നത്. ഒരുപക്ഷെ ഈ പേട്ടതുള്ളലിൻ്റെ ഐതിഹ്യം എന്താണ് അതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനാകുന്നത്? സന്തോഷ്. പേട്ടതുള്ളൽ അസുര നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം അയ്യപ്പൻ പോകുന്ന ഘട്ടത്തിൽ അയ്യപ്പന് പടയാളികളായി അനുവർത്തിച്ചിരുന്ന സങ്കല്പത്തിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. പേട്ടതുള്ളൽ ആധുനികമായി തന്നെ നിരവധി സമൂഹങ്ങളിലേക്ക് വലിയ വിശാലതയോടുകൂടി പടർന്ന് കയറിയത് കൂടിയാണ്. മതേതരത്വത്തിൻ്റെ ഭാവം അതിലുണ്ട്, ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഭാവം അതിലുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങളാണ് സാമൂഹികമായും ആത്മീയമായും ഒക്കെ അതിൽ ഉൾച്ചേരുന്നത്. പിന്നീട് ഈ ഒരു വിസ്ഫോടന ധ്യാനം എന്ന് പറയുന്ന രീതിയിൽ ശരീരത്തെ മുഴുവൻ ഇളക്കി മറിച്ച് എല്ലാ മാലിന്യത്തെയും ദുർമേധസ്സിനൊപ്പം അയച്ച് അതിനുശേഷം മനസ്സ് ശാന്തിയാകുന്ന ഒരു ഘട്ടം കൂടി യഥാർത്ഥത്തിൽ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് വിവക്ഷിക്കുന്നവരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും അതുതന്നെയാണ്, സമകാലികമായി ഏറ്റവും പ്രധാനപ്പെട്ടതും അതുതന്നെയാണ്. കാരണം ആത്മീയതയുടെ മറ്റൊരു വശം ആയി കൂടി അതിനെ കാണുന്നു. ഒപ്പം മതേതരത്വത്തിൻ്റെ സമ്മേളനം അതിലുണ്ട്, ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സമ്മേളനം അതിലുണ്ട്. വാവരിപള്ളിയും ശബരിമലയും ഒക്കെ ഒരേ ധാരയുടെ വശങ്ങളാണ് എന്ന് ബോധ്യമാക്കുന്ന മതേതരത്വത്തിൻ്റെ വിവിധ വശങ്ങളുണ്ട്. അങ്ങനെ തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന ശബരിമലയിലെ ആപ്തവാക്യം എന്നതിലേക്ക് മനുഷ്യനെ എത്തിച്ചേർക്കാൻ കൂടി സഹായകമാകുന്ന നിർണായകമായ ഒരു ആചാരമായി തന്നെയാണ് പേട്ടതുള്ളലിനെ കാണേണ്ടത്. അത്തരം പേട്ടതുള്ളലിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമൊക്കെ നിലനിൽക്കവേ തന്നെയാണ് അതിൻ്റെ ചരിത്രപ്രസിദ്ധി ആ അർത്ഥത്തിൽ ഉയരുന്നത്. എന്തായിരുന്നാലും പേട്ടതുള്ളൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അല്പസമയത്തിനകം അമ്പലപ്പുഴ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തേക്കെത്തും. അതിനുള്ള ഒരുക്കങ്ങൾ ഭക്തർ ക്രമീകരിക്കുന്നതാണ്.
തമിഴ്നാട്, ആന്ധ്ര അടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ കൂടി മലയാളികൾക്കൊപ്പം ഇവിടെ എത്തിച്ചേരുന്നു എന്നതുകൂടി പേട്ടതുള്ളലിൻ്റെ പ്രത്യേകതയാണ്. കയ്യിൽ മാവിലകൾ അടക്കമുള്ള ഇലകൾ പിടിച്ചുകൊണ്ടാണ് തുള്ളി 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 അങ്ങനെ പേട്ടതുള്ളൽ തുടർന്നു പോകുക. ആദ്യം അമ്പലപ്പുഴ സംഘം, പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷമാകും അടുത്ത ആലങ്ങാട്ട് സംഘം എത്തുക. അങ്ങനെ 2 സംഘങ്ങളായിട്ടാണ് അയ്യപ്പന് പടയാളികളായി അനുവർത്തിച്ചിരുന്നത്. ആ 2 സംഘങ്ങളാണ് എന്ന സങ്കല്പത്തിലാണ് രണ്ടായി തന്നെ ആ പേട്ടതുള്ളൽ ഈ ഇരു നേതൃത്വങ്ങളും നൽകി മുമ്പോട്ട് പോകുന്നത്. എന്തായിരുന്നാലും പേട്ടതുള്ളലിൻ്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തമാണ് നമ്മൾ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അല്പസമയത്തിനകം പേട്ടതുള്ളൽ സംഘം പുറത്തേക്കെത്തും. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി.